ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് പാർട്ട് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 8-9 പ്രോബ്ലംസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ മീഡിയൻ മുതൽക്കാണ്. Median is the value of that item which occupies the central position when the items are arranged in the ascending or descending order of their magnitude. Therefore, median is the value of that item which has equal number of items above and below. That is, number of items greater than median and number of items less than median are equal. Median is a positional average. Median is the value of that item which occupies the central position when the items are arranged in the ascending or descending order of their magnitude. Therefore, median is the value of that item which has equal number of items above and below. That is, number of items greater than median and number of items less than median are equal. Median is a positional average. Median എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനെ ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ ക്രമീകരിച്ചാൽ മധ്യത്തിൽ വരുന്നത്, സെൻട്രൽ പൊസിഷനിൽ വരുന്നത്, ആ മധ്യത്തിൽ വരുന്ന സംഖ്യയാണ് മീഡിയൻ. മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് നടുക്ക് വരുന്ന സംഖ്യയാണ്. എങ്ങനെയാണെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്താൽ അങ്ങനെ മിഡിൽ വരുന്ന ഐറ്റമാണ് മീഡിയൻ. അതുകൊണ്ട് മീഡിയനേക്കാൾ വലിയ സംഖ്യകളുടെ അല്ലെങ്കിൽ വിലകളുടെ എണ്ണവും മീഡിയന് താഴെ വരുന്ന വാല്യൂസിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്, സ്ഥാന ശരാശരിയാണ്. നമ്മൾ പറഞ്ഞു മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ, അതിൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ നമ്മൾ പറഞ്ഞു അതൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, ഗണിത ശരാശരി, ഗണിത ക്രിയകൾ ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്, സ്ഥാന ശരാശരി. മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. In individual series, arrange the values in the ascending or descending order of their magnitude and find out the value of middle item. It is the median. It is also called size of n+1/2th item. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ നമുക്ക് തന്ന വാല്യൂസിനെ ക്രമീകരിക്കാം. അതിനുശേഷം നടുക്ക് വരുന്ന സംഖ്യയാണ് മീഡിയൻ. ഈ നടുക്ക് എന്നുള്ളതിന് മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? n+1/2 ഇനം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സൈസ് ഓഫ് n+1/2th ഐറ്റം. അതായത് n+1/2 ഇനം അതെന്താണോ അതാണ് മീഡിയൻ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് എ മീഡിയൻ ഫോർ ദ ഫോളോയിങ് വാല്യൂസ്. നമുക്ക് കുറേ വാല്യൂസ് തന്നു. 4, 45, 60, 20, 83, 19, 26, 11, 27, 12, 52. ഇനി ഇത് നമ്മൾ എന്ത് വേണം? റൈറ്റിംഗ് ദ വാല്യൂസ് ഇൻ ദി അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിൽ ഈ തന്ന സംഖ്യകളെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. എന്ത് കിട്ടും നോക്കാം. 4, 11, 12, 19, 20, 26, 27, 45, 52, 60, 83. മൊത്തം എത്ര സംഖ്യകളുണ്ട്? 11 സംഖ്യകളാണുള്ളത്. ഇവിടെ ആകെ നമുക്ക് കിട്ടിയ വാല്യൂസ് 11 ആണ്. അപ്പോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്, ദാറ്റ് ഈസ് 11. അപ്പോൾ 11 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും മിഡിൽ ഐറ്റം വരിക? 11 + 1 whole divided by 2. That is 11 + 1, 12, 12/2, 6. 6th ഐറ്റം ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക. ഇവിടെ
4, 11, 12, 19, 20, 26. 26 is the sixth item. അപ്പോൾ അതായിരിക്കും മീഡിയൻ ആയിട്ട് വരിക. അപ്പോൾ മീഡിയൻ്റെ ഫോർമുല എന്താണ്? മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n plus 1/2th ഐറ്റം ഈക്വൽ ടു സൈസ് ഓഫ് സിക്സ്ത് ഐറ്റം. സിക്സ്ത് ഐറ്റം ഇവിടെ 26 ആണ്, അതുകൊണ്ട് ആൻസർ 26. When n is even, there are two middle items. Take the average of them. This average is the median. നമുക്ക് നേരത്തെ 11 items ആണ് കിട്ടിയത്. 11 items ആവുമ്പോൾ സിക്സ്ത് ഐറ്റം മീഡിയൻ വന്നു, നടുക്ക് ഒരു നമ്പർ വന്നു. ഇനി 12 items ഉണ്ടെങ്കിൽ അപ്പം ഈവൻ നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് 10 വാല്യൂസ് തന്നു, അല്ലെങ്കിൽ 12 എണ്ണം, അതല്ലെങ്കിൽ 20 എണ്ണം, അങ്ങനെ ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അതിൽ മിഡിലിൽ 2 ഐറ്റംസ് ഉണ്ടാവും. ആ മിഡിലിൽ വരുന്ന 2 ഐറ്റംസിൻ്റെ ആവറേജ് കാണും. എന്താണ് ആവറേജ്? അത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതായിരിക്കും മീഡിയൻ. അപ്പോൾ 12 ഐറ്റംസ് അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 16 അങ്ങനെ ഈവൻ നമ്പർ ഓഫ് ഐറ്റംസ് തന്നാൽ നടുക്ക് 2 ഐറ്റംസ് വരും. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് മീഡിയൻ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് മീഡിയൻ. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നു. 35, 23, 45, 50, 80, 61, 92, 40, 52, 61. ആദ്യം എന്ത് ചെയ്യണം? അറേഞ്ചിങ് ദ വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ. We have 23, 35, 40, 45, 50, 52, 61, 61, 80, 92. There are 10 numbers. 10 numbers. Therefore, there are 2 numbers in the middle, 50 and 52. 50 and 52 are the middle numbers. So, median എന്തായിരിക്കും? Median equal to size of n plus 1/2th item, that is size of 5.5. n plus 1/2 പറഞ്ഞവിടെ n plus 1/2 value 10 plus 1 divided by 2, 11/2, that is 5.5. 5.5 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെയും ആറാമത്തെയും ഫിഫ്ത്ത് ഐറ്റം പ്ലസ് സിക്സ്ത് ഐറ്റം ബൈ 2 അതാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 വാല്യൂസ് വരികയാണ്. ഫിഫ്ത്ത് ഐറ്റവും സിക്സ്ത് ഐറ്റവും മിഡിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഐറ്റം പ്ലസ് സിക്സ്ത് ഐറ്റം ഹോൾ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 50 പ്ലസ് 52/2 ഈക്വൽ ടു 51. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ഐറ്റംസ് വന്നാൽ മിഡിൽ വരുന്ന ഐറ്റംസിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുക, അതാണ് മീഡിയൻ. Median in discrete frequency distribution or discrete series. In this case, median equal to size of n plus 1/2th item, where n equal to sigma f, that is sum of frequencies. ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് മീഡിയൻ. സൈസ് 5, 8, 10, 15, 20, 25. ഫ്രീക്വൻസി 3, 12, 8, 7, 5, 4. ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ 5, 8, 10, 15, 20, 25. ഫ്രീക്വൻസി 3, 12, 8, 7, 5, 4. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് കാണിക്കാനാണ്. അപ്പോൾ ആദ്യത്തേൽ 5 ഫ്രീക്വൻസി 3 ആണ് എന്ന് വെച്ചാൽ 5 എന്ന വാല്യൂ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ വാല്യൂ 8 ആണ്, ഫ്രീക്വൻസി 12 ആണ് എന്ന് വെച്ചാൽ 8 എന്ന വാല്യൂ 12 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. 10 എന്ന വാല്യൂ 8 ടൈംസ് 10, 10, 10, 10 അങ്ങനെ 8 ടെൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ 25 എന്ന വാല്യൂവിന് ഫ്രീക്വൻസി 4 ആണ് എന്ന് വെച്ചാൽ 25 4 ടൈംസ് 25, 25, 25, 25 അങ്ങനെ 4 25 ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മീഡിയൻ കാണുന്നത്? മീഡിയൻ കാണാനുള്ള ഫോർമുല ഇതാണ്. സൈസ് ഓഫ് n plus 1/2th ഐറ്റം. അപ്പോൾ നമ്മൾ ഇവിടെ ടേബിൾ വരച്ചു. സൈസ് താഴെ എഴുതി, ഫ്രീക്വൻസി എഴുതി, അതിൻ്റെ ടോട്ടൽ എഴുതി. പിന്നെ നമ്മളിവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു കോളം എഴുതണം. എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി? ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എടുത്ത് എഴുതി 3, പിന്നെ 3 + 12 15, പിന്നെ ആ 15 വെയിറ്റും കൂടെ 23, പിന്നെ 23 + 7 30, 30 + 5 35, 35 + 4 39 എന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ 3, then 3 + 12 15, പിന്നെ 3 + 12 + 8 23, 3 + 12 + 8 + 7 30, 3 + 12 + 8 + 7 + 5 35,
3 പ്ലസ് 12 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 5 പ്ലസ് 4 39 ഇങ്ങനെ എഴുതി. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏത് വാല്യൂ, എത്രാമത്തെ വാല്യൂ വേണമെങ്കിലും ഇതിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ ആദ്യത്തെ വാല്യൂ 3 ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 വാല്യൂസ് 5 ആണ്. ഒന്നാമത്തെ വില 5 ആണ്, രണ്ടാമത്തെ വാല്യൂ 5 ആണ്, മൂന്നാമത്തെ വാല്യൂ 5 ആണ്. 3 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 15 ആണ്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ വാല്യൂ കഴിഞ്ഞാൽ 4 മുതൽ 15 വരെയുള്ളത്, അതായത് 4ഉം 15ഉം ഉൾപ്പെടെയുള്ള 4 മുതൽ 15 വരെയുള്ള വിലകൾ 8 ആണ്. എന്ന് വെച്ചാൽ ഫോർത്ത് വാല്യൂ 8, ഫിഫ്ത്ത് വാല്യൂ 8, സിക്സ്ത് വാല്യൂ 8, അങ്ങനെ 15th വാല്യൂ 8 ആണ്. ഇനി 15 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 23 ആണ്. എന്ന് പറഞ്ഞാൽ 15 കഴിഞ്ഞാൽ 23 പറഞ്ഞാൽ 16th മുതൽ 23rd ഉൾപ്പെടെ 10 ആണ്. എന്ന് വെച്ചാൽ 16ാമത്തെ സംഖ്യ 10, 17ാമത്തെ സംഖ്യ 10, 18ാമത്തെ സംഖ്യ 10, 23ാമത്തെ സംഖ്യ 10. അപ്പോൾ 16 മുതൽ 23 വരെയുള്ള ഏത് സംഖ്യയും ഏതാണ്? 10 ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും നമുക്കത് മനസ്സിലാകാനാണ് പറയുന്നത്. ഇനി 23 കഴിഞ്ഞാൽ 30 ആണ്. അതിനർത്ഥം 24 മുതൽ 30 വരെയുള്ള 30ഉം 24 ഉൾപ്പെടെ 24ാമത്തെ മുതൽ 30 വരെയുള്ള സംഖ്യകൾ 15 ആണ്. എന്ന് വെച്ചാൽ 24ാമത്തെ സംഖ്യ 15, 25ാമത്തെ സംഖ്യ 15, അപ്പോൾ 30ാമത്തെ സംഖ്യ 15. പിന്നെ 31 മുതൽ 35 വരെ 31ാമത്തെ സംഖ്യ 20, 32ാമത്തെ സംഖ്യ 20, 33ാമത്തെ സംഖ്യ 20, 34ാമത്തെ സംഖ്യ 20, 35ാമത്തെ സംഖ്യ 20. ഇനി 36ാമത്തെ സംഖ്യ 25, 37ാമത്തെ സംഖ്യ 25, 38ാമത്തെ സംഖ്യ 25, 39ാമത്തെ സംഖ്യ 25. അപ്പോൾ ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ എത്രാമത്തെ സംഖ്യയും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 20ാമത്തെ സംഖ്യ ചോദിച്ചു എന്ന് വിചാരിക്കാം. 20ാമത്തെ സംഖ്യ ഏത്? 20 എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ 15 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 23. അപ്പോൾ എന്താണ് 15 കഴിഞ്ഞ് 23 എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ 16 മുതൽ 23 വരെയുള്ള സംഖ്യകൾ ഇവിടെയാണ് നോക്കേണ്ടത്. 20 എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് വരിക. അതുകൊണ്ട് 20ാമത്തെ സംഖ്യ ഏതാണ്? 10. 20ാമത്തെ സംഖ്യ 10 ആണ്. ഇനി 34ാമത്തെ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? 30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 35 ആണ്. അപ്പോൾ 31 മുതൽ 35 വരെ എന്ന് പറയുമ്പോൾ ഇതിലാണ് വരുന്നത് 34ാമത്തെ സംഖ്യ 20. അപ്പോൾ നമുക്ക് ഏത് സംഖ്യയും കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയിട്ട് പറയാൻ കഴിയും. അടുത്ത നമുക്ക് ചെയ്യുന്നത് മീഡിയൻ ആണ്. എന്താണ് മീഡിയൻ്റെ ഫോർമുല? സൈസ് ഓഫ് n+1/2th ഐറ്റം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 39 ആണ്. അപ്പോൾ 39 + 1/2th ഐറ്റം. 39 + 1 എന്ന് പറഞ്ഞാൽ 40, 40 / 2 20. അപ്പോൾ 20th ഐറ്റം. സൈസ് ഓഫ് 20th ഐറ്റം, 20ാമത്തെ സംഖ്യയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ 20ാമത്തെ സംഖ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 20ാമത്തെ സംഖ്യ ഏതാണ്? 15 കഴിഞ്ഞാൽ 23 വരെ, 16 മുതൽ 23 വരെയുള്ള സംഖ്യകൾ 10 ആണ്. അപ്പോൾ 20ാമത്തെ സംഖ്യ ഏതാണ്? 10 ആണ്. അപ്പോൾ മീഡിയൻ 10 ആണ് ഇവിടെ. മീഡിയൻ = 10. The first cumulative frequency which include 20 is 23. അല്ലേ? 20 ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ കുമുലേറ്റീവ് ഫ്രീക്വൻസി 23. കാരണം 15 കഴിഞ്ഞു പിന്നെ ഇതിലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് the size of item for which cumulative frequency is 23 is 20. Median in continuous frequency distribution. In the case of continuous frequency distribution, median class corresponds to the cumulative frequency which includes n/2. After getting median class, find median by using the following interpolation formula. Median = L plus n/2 minus Cf into C/F, where L is the lower limit of median class, Cf is the cumulative frequency of the class just preceding the median class, C = class width or class interval of median class, F = frequency of median class. So, continuous frequency distribution median എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ ഒരു ഭാഗത്ത് ക്ലാസ് തരും, അടുത്ത കോളത്തിൽ ഫ്രീക്വൻസി നൽകുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയും കിട്ടിയാൽ ആദ്യം നമ്മൾ കാണുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. കുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ പോലെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക.
അതിനുശേഷം ക്യാപിറ്റൽ n/2 കണ്ടെത്തുക. ഈ n/2th ഐറ്റം ഏത് ക്ലാസ്സിലാണോ വരുന്നത് അതാണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഈസ് ദി ക്ലാസ് കണ്ടെയ്നിങ് ദി n/2th ഐറ്റം. അങ്ങനെ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനെ എൽ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ 10 to 20 ആണ് മീഡിയൻ ക്ലാസ് എങ്കിൽ 10 ലോവർ ലിമിറ്റ്, 20 അപ്പർ ലിമിറ്റ്. അപ്പോൾ 10 ആണ് എൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 39.5 to 49.5 അതാണ് മീഡിയൻ ക്ലാസ് കിട്ടിയെങ്കിൽ ലോവർ ലിമിറ്റ് 39.5. അപ്പം ആ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് അതാണ് എൽ. സി എഫ് എന്ന് പറഞ്ഞാൽ cumulative frequency of the class just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുൻപുള്ള ക്ലാസ്സിൻ്റെ cumulative frequency. അപ്പോൾ സി എഫ് നമ്മൾ നോക്കേണ്ടത് cumulative frequency കോളത്തിലാണ്. cumulative frequency കോളത്തിൽ നോക്കുക മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ cumulative frequency അതാണ് സി എഫ്. ഇനി സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവൽ. മീഡിയൻ ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവൽ. ഇപ്പോൾ 39.5 to 49.5 ആണ് മീഡിയൻ ക്ലാസ് എങ്കിൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് നിന്ന് ലോവർ ലിമിറ്റ് കുറച്ചതാണ്, അതായത് 10. ഇപ്പോൾ 20 to 25 ആണ് ക്ലാസ് എങ്കിൽ ക്ലാസ് വിഡ്ത്ത് 5. ആ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി എഫ് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസി കോളത്തിൽ നോക്കാം. ഫ്രീക്വൻസി കോളത്തിൽ നിന്ന് കിട്ടും മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, അതാണ് എഫ്. ഇങ്ങനെ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയൻ കാണാൻ ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുകയാണ്. മീഡിയൻ ഈക്വൽ ടു എൽ പ്ലസ് n/2 മൈനസ് സി എഫ് ഇൻറ്റു സി ബൈ എഫ്. നേരത്തെ കണ്ടെത്തിയിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, വി ഗെറ്റ് മീഡിയൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് മീഡിയൻ. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് മീഡിയൻ. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. ഫ്രീക്വൻസി 8, 12, 20, 23, 18, 7, 2. ആൻസർ. ആ ആൻസറിലേക്കായി നമ്മൾ വീണ്ടും ഒരു ടേബിൾ വരച്ചു. ക്ലാസ്, ഫ്രീക്വൻസി, കുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ ചെയ്തതുപോലെ തന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. ആദ്യത്തെ 2 ഫ്രീക്വൻസി ആഡ് ചെയ്യുക, പിന്നെ 3 എണ്ണം ആഡ് ചെയ്യുക, 4 എണ്ണം ആഡ് ചെയ്യുക, അങ്ങനെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യാപിറ്റൽ n/2 ആണ്. ക്യാപിറ്റൽ n/2 എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 45. ഇനി എന്താണ് മീഡിയൻ ക്ലാസ്? മീഡിയൻ ക്ലാസ് ഈസ് ദി ക്ലാസ് കണ്ടെയ്നിങ് ദി n/2th ഐറ്റം. അതായത് 45ാമത്തെ ഇനം വരുന്ന ക്ലാസ്സാണ് ഇവിടെ മീഡിയൻ. 45ാമത്തെ ഇനം ഏതിലാണ് വരിക? കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കാം. 40 കഴിഞ്ഞാൽ പിന്നെ അവിടെ 63 അപ്പോൾ 45 വരുന്നത് ഈ 63 41 മുതൽ 63 വരെയുള്ള വാല്യൂസ് 30 to 40 എന്ന ക്ലാസ്സിലാണ്. അപ്പോൾ 45ാമത്തെ ഐറ്റം ഏതായിരിക്കും? അതും 30 to 40 ഇടയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ മീഡിയൻ ക്ലാസ് 30 to 40. അപ്പോൾ മീഡിയൻ ക്ലാസ് നമുക്ക് 30 to 40 കിട്ടി. ഇനി ആ ഇൻ്റർപോളേഷൻ ഫോർമുല എൽ പ്ലസ് n/2 മൈനസ് സി എഫ് ഇൻറ്റു സി ബൈ എഫ്. അതിൽ ഓരോ നൊട്ടേഷനും വാല്യൂ കണ്ടെത്തണം. ആദ്യം എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് 30 to 40 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 30. എൽ ഈക്വൽ ടു 30. n/2 നമുക്കറിയാം 45. സി എഫ് എന്താണ്? സി എഫ് cumulative frequency of the class just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ cumulative frequency. മീഡിയൻ ക്ലാസ് 30 to 40, അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ് 20 to 30, അതിൻ്റെ cumulative frequency 40. അപ്പോൾ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ cumulative frequency
that is CF equal to 40. Then C, class width of the median class. Median class in the class interval അല്ലെങ്കിൽ class width. Median class 30 to 40 ആണ്. അതിൻ്റെ upper limit നിന്ന് lower limit minus ചെയ്ത് നോക്കുക. 40 minus 30, 10. Therefore C equal to class interval, or here it is 10. C equal to 10. Then F. F is frequency of median class. F is frequency of median class. Median class in the frequency. Median class in the area frequency column 23 ആണ്. അപ്പോൾ F equal to 23. അപ്പോൾ എല്ലാ വാല്യൂസുമായി ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതുകയാണ്. എന്താ കിട്ടിയത്? L equal to lower limit of median class 30, CF 40 കിട്ടി, C 10, F 23. നമ്മൾ ഫോർമുല എഴുതി. മീഡിയൻ ഈക്വൽ ടു L പ്ലസ് N by 2 minus CF into C by F equal to 30 plus 45 minus 40 into 10 divided by 23 equal to 30 plus 45 minus 40, 5 into 10, 5 into 10 by 23. ഇനി 5 into 10 by 23 എത്രയാണെന്ന് ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. എന്താണ് കിട്ടുന്നത്? 2.174. അപ്പോൾ 30 plus 2.174, 32.174. Therefore median equal to 32.174.